പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീതിമാന്മാർക്ക് യോഗ്യമായ സമ്മാനങ്ങളും പ്രായച്ചിത്ത വഴി പാപികൾക്ക് മോചനവും നൽകുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. തെറ്റേറ്റു പറയുന്നവന് ഐശ്വര്യം ലഭിക്കുമെന്ന് ഞങ്ങളെ ഓർമ്മിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണം. തൻ്റെ ജനത്തിന് പ്രസാദമരളിക്കൊണ്ട് രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ബന്ധിതരോട് പുറത്തു വരുവാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്തിൽ വരുവാനും എന്ന് പറയുന്നു. വിജനമായ കുന്നുകളെല്ലാം മേച്ചിപ്പുറങ്ങളായി തീരുമെന്നും ഇനി ആർക്കും വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ലെന്നും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ രാജ്യം കടന്നു വരുമ്പോഴുള്ള നന്മകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങയുടെ ജനത്തോട് എത്രമാത്രം കരുണ കാണിക്കുന്നുവെന്ന് ഞങ്ങളറിയും. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് കൃപാലുവും കാരുണ്യവാനുമാണ്, സ്നേഹസമ്പന്നനാണ്, ക്ഷമാശീലനാണ്. സർവരുടെയും മേൽ അങ്ങ് കാരുണ്യം ചൊരിയുന്നുവെന്ന് ഉള്ള സങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ല പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ചൊന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അതിനാൽ പിതാവ് ചെയ്യുന്നത് പ്രകാരം തന്നെ പുത്രനും ചെയ്യുമെന്നും അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പിതാവ് അവനെ അനുവദിച്ചിട്ടുണ്ടെന്നും ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവർ പോലും അങ്ങയുടെ സ്വരം ശ്രവിക്കുന്ന സമയം വന്നു കഴിഞ്ഞുവെന്നും അതിനാൽ അവിടുത്തെ സ്വരം കേൾക്കുന്നവൻ ജീവിക്കുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുവചനം കേട്ടുകൊണ്ട് അങ്ങേ തിരുവിഷ്ടമനുസരിച്ച് നിറയേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഇന്നേ ദിനം അങ്ങ് നൽകുന്ന എല്ലാ കൃപകളും സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക. അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ജീവിച്ച നിന്നെ മഹത്വപ്പെടുത്തുവാനും നന്മയുടെ നിറവായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ഇന്നേ ദിനം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. മക്കൾക്കുണ്ടായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളെയും മക്കളുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെയും എടുത്തു മാറ്റി വിശുദ്ധീകരിക്കുവാൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.